ഏവർക്കും വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പലരെയും ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുവാൻ ശ്രമിച്ച പലരും വേണ്ടത്ര വെളിച്ചം പ്രാപിപ്പാൻ കഴിയാതെ, അല്ലെങ്കിൽ വ്യക്തമായി ഈ പ്രസ്താവനകളുടെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ വലഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നത് നമുക്കേവർക്കും അധിക ഗുണം ചെയ്യും എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഈ വാക്യം കാണാപ്പാഠമറിയാത്ത ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഇതിൽ ഏറ്റവും കൂടുതലായി ഉദ്ധരിക്കപ്പെടുന്നത് ഞാൻ തന്നെ വഴിയാകുന്നു, യേശുവാണ് വഴി. പിന്നെ അതിനോടനുബന്ധമായി എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല, പിതാവിൻ്റെ സന്നിധി പ്രാപിക്കുന്നില്ല. അപ്പോൾ യേശു വഴി, ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞത് എന്താണ്? അത് ദൈവത്തിലേക്ക് പോകാനുള്ള മാർഗമാണ്. ഇങ്ങനെയാണ് നിലവിലിരിക്കുന്ന ധാരണ. ഇതാണ് ഇതിൻ്റെ ആത്യന്തികമായ സത്യമെന്ന് പൊതുവെ ധരിക്കപ്പെടുന്നു. അങ്ങനെ ധരിക്കപ്പെടുന്നതിൽ യുക്തിയുണ്ട്, ന്യായമുണ്ട്. പക്ഷേ അത് മാത്രമാണോ ഇതിൻ്റെ അർത്ഥം എന്ന് നാം ചിന്തിക്കണം. ഭാരതീയരായ ക്രിസ്ത്യാനികൾ വളരെ വളരെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുമതം ഭാരതത്തിൽ ആവിർഭവിച്ചതല്ല. ഒരു മതവും ഒരു ജീവിത രീതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. യേശു പിറന്നതും വളർന്നതും പരസ്യ ശുശ്രൂഷ നിർവഹിച്ചതും യഹൂദ സംസ്കാരത്തിലാണ് എന്ന് നമുക്കറിയാം. അരാമ്യ ഭാഷ ഉപയോഗിച്ചു. യഹൂദൻ്റെ കാഴ്ചപ്പാട്, യഹൂദൻ്റെ സംസ്കാരം, യഹൂദൻ്റെ ജീവിത രീതി, യഹൂദൻ്റെ ഇമാജിനേഷൻ, യഹൂദൻ്റെ പഠിപ്പീര രീതി, ഈസ്റ്റേൺ വേ ഓഫ് ടീച്ചിങ്, അതാണ് കൂടുതലായി ഉപമ ഉപയോഗിച്ചതൊക്കെ നാൾ പറയും. ഇപ്പോൾ യഹൂദൻ്റെ അച്ചടക്കത്തെ പറ്റിയുള്ള ധാരണകൾ, യഹൂദൻ്റെ മതബോധം, ഇതൊക്കെയും ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിലാണ് യേശു തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത്. അതുകൊണ്ട് യേശു അന്ന് നിലവിലിരുന്ന ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ജീവിത ദർശനത്തിൻ്റെയും രീതികളുടെയും ആകത്തുക മാത്രമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത്, യേശു തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ഈ ഒരു സാംസ്കാരിക ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ദൗത്യനിർവഹണം നടത്തിയത്. അതുകൊണ്ട് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യേശു പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു. താഴ്ന്ന ശിഷ്യന്മാരും ആചരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് മുറിച്ചിട്ട് അവർക്ക് കൊടുത്തു പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു. ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് മാത്രമല്ല, പാശ്ചാത്യ ലോകത്തിലെ ക്രിസ്ത്യാനികൾ, വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് മുഴുവനും ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരീരമെന്ന വാക്കുകൊണ്ട് യഹൂദർ ഉദ്ദേശിച്ചത് ഈ ജഡമല്ല, മാംസമല്ല, വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റി. ബോഡി ഈസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി. അത് നമുക്കറിയാൻ വയ്യെങ്കിൽ ഈ സക്രമം നമുക്ക് മനസ്സിലാക്കാനേ സാധ്യമല്ല. അതുകൊണ്ടാണ് സക്രമത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ 2000 വർഷം കൊണ്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്കും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത ക്രിസ്തു മതത്തിലെ അംഗങ്ങൾക്കും മനസ്സിലാകാതെ പോയത്. അതുകൊണ്ടാണ് ഇത് വികൃതമാക്കി കളഞ്ഞത്.
യേശുവിൻ്റെ വ്യക്തിത്വം പ്രാപിപ്പാനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് സക്രമെൻ്റ് എന്ന് ആരും പഠിപ്പിക്കുന്നില്ല. അത് നിങ്ങളെ ആരെങ്കിലും നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് കാര്യമായ സംശയമുണ്ട്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഈ ഒരു വീഡിയോയിൽ കൂടെ നാം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെ ജീവനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഇതിനോടനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം, യേശു യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ശമരിക്കാരി സ്ത്രീയോടുള്ള സംഭാഷണം അദ്ദേഹം പറയുന്നു, ഞാൻ ജീവൻ്റെ ജലമാണ്. ഐ ആം ദ ലിവിങ് വാട്ടേഴ്സ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിനെ ജീവൻ്റെ അപ്പമായി യേശു തന്നെ വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഐ ആം ദ ബ്രെഡ് ഓഫ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ്റെ അപ്പമാണ് ഞാൻ എന്ന് യേശു പറയുന്നു. ഞാൻ ജീവൻ്റെ വെളിച്ചമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ജീവൻ ജീവൻ ജീവൻ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അപ്പോൾ നാം ഇപ്പോൾ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തോട് ഞാൻ തന്നെ ജീവനാകുന്നു. ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള സാധ്യതകളുണ്ട്. മതപരമായ മേഖലയിൽ 2 വിധത്തിലുള്ള സാധ്യതകളുണ്ട്. ഒന്ന്, നാം ലൗകികമായി ജീവിക്കുന്നു, അതേസമയം തന്നെ ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾക്ക് യോഗ്യത പ്രാപിക്കേണ്ടതിന് വേണ്ടി നാം മതത്തെ ആചരിക്കുന്നു. പ്രത്യേകമായി മനസ്സിലാക്കുക, ഈ ഒരു സമീപനത്തിൽ നാം ലൗകികമായി ജീവിക്കുന്നു. നമ്മുടെ നാം ജീവിക്കുന്ന ഉപാധികളും നമ്മുടെ ജീവിത ദർശനത്തെ നിയന്ത്രിക്കുന്ന സങ്കല്പങ്ങളും ലക്ഷ്യങ്ങളും ദർശനങ്ങളും അടിയിരുപ്പുകളുമെല്ലാം ലൗകികമാണ്. എന്നാൽ അങ്ങനെ പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാവുന്നതാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാവുന്ന അനുഗ്രഹം. അപ്പോൾ ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ആനുകൂല്യം പ്രാപിക്കുന്നത് മിടുക്കാണ്. അതുകൊണ്ട് 2ഉം കൂടെ ഒരുമിച്ച് നമ്മുടെ ജീവിതമാകുന്ന കാളവണ്ടിയിൽ 2 കാളയെ വെച്ച് അടിച്ചുകൊണ്ട് പോകാം. ഒന്ന് ലോകം, മറ്റേത് ദൈവം. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് വെറും മതപരമായൊരു കാഴ്ചപ്പാട്. എല്ലാ മതങ്ങളും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മറ്റൊരു ദർശനമുണ്ട്. എന്താണ്? എൻ്റെ ജീവിതം, എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം ആത്യന്തികമായി ആത്മീയമാണ്. ഞാൻ ആത്യന്തികമായി ആത്മാവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ആത്മാവിൻ്റെ ജീവിതമാകണം. എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കപ്പെടുന്ന ജീവിതമാകണം. ഞാൻ എൻ്റെ വ്യക്തിത്വത്തെയും സമൂഹത്തെയും ലോകത്തെയും കാണുന്നത് ആത്മാവിൻ്റെ കണ്ണിൽ കൂടെ ആത്മാവിൻ്റെ വെളിച്ചത്തിലായിരിക്കണം. അത് അങ്ങനെ ചെയ്യുമ്പോൾ എപ്രകാരം ലൗകികമായ അവസ്ഥകളെ പുനർനിർവചിക്കുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്യണമെന്ന് എനിക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ ഒഴികഴിവ് പറയാതെ പുനഃസൃഷ്ടിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ആത്മീയ ജീവിതം. അപ്പോൾ ആദ്യത്തേതും രണ്ടാമത്തേതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തെ കാഴ്ചപ്പാടിൽ ആദ്യത്തെ ജീവിത രീതിയിൽ ഭൗതികമായി ജീവിക്കുന്നു, അതിന് മേമ്പടിയായി മതം ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ജീവിത രീതിയിൽ ആത്മാവാണ് യാഥാർത്ഥ്യം, ആത്മാവിൻ്റെ മൂല്യങ്ങളും വെളിച്ചവുമാണ് നമ്മെ നയിക്കേണ്ടത്. നമ്മുടെ ജീവിതം ആത്മാവിലായിരിക്കണം. നമ്മുടെ ജീവിതം മറ്റേത് പലപ്പോഴും ഒക്കെ ആത്മാവിനെ ഓർമ്മിക്കുകയും സൗകര്യമുള്ളപ്പോഴൊക്കെ ആത്മാവിനെ വിളിച്ചു വരുത്തുകയും ആത്മാവിനെ കൊണ്ട് നമുക്കിഷ്ടമുള്ള നൃത്തം ചവിട്ടിപ്പിക്കുകയും ചെയ്യും എന്നതിനപ്പുറത്ത് ആത്മാവിനാൽ നയിക്കപ്പെട്ട് നിയന്ത്രിക്കപ്പെട്ട് നടത്തപ്പെട്ട് ആത്മാവിൻ്റെ അച്ചടക്കത്തിലും വെളിച്ചത്തിലും നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു അച്ചടക്കം
ഈ ഒരു കാഴ്ചപ്പാടിലല്ല. എന്നാൽ രണ്ടാമത്തേതോ ആത്മാവാണ് ജീവിതം. ആത്മാവിന് ഭൗതികമായ ഉപാധികൾ ആവശ്യമാണ്. എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ശരീരം, മനസ്സ്, ആത്മാവ്, മനസ്സിൽ കൂടെയും ശരീരത്തിൽ കൂടെയും ആത്മാവ് തന്നെ പ്രകടിപ്പിക്കുന്നു. പരമമായ സത്യം ശരീരവും മനസ്സുമല്ല, പിന്നെയോ ആത്മാവാണ്. മനുഷ്യൻ ആത്മാവാണ്. എപ്രകാരം യേശു ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അതുപോലെ തന്നെ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നാം ധരിക്കേണ്ടതാണ്. നാം ഓരോരുത്തരും ആത്മാവാകുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരുത്തൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്, സുപ്രധാനമാണ്. നാം നമ്മെ തന്നെ മനസ്സിലാക്കേണ്ടത്, നാം എല്ലാവരും അടിസ്ഥാനപരമായും ആത്യന്തികമായും ആത്മാക്കളാണ്. നാം ആത്മാവാണ്. ആ ദർശനത്തിൽ നാം ജീവിക്കുന്നതും, നാം യഥാർത്ഥത്തിൽ ശരീരം മാത്രമാണ്. ശരീരത്തിൻ്റെ പരിമിതികളെ അതിജീവിക്കുന്നതിന് വേണ്ടി മനസ്സിനെയും ആത്മാവിനെയും തോന്നുമ്പോഴൊക്കെ ഉണർത്തി ഉപയോഗിക്കാം എന്ന കാഴ്ചപ്പാടും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ മോരും മുതിരയും പോലെ, കടലും കാറ്റാടിയും പോലെയുള്ള വ്യത്യാസമുണ്ട് എന്നത് സ്പഷ്ടമാണല്ലോ. അപ്പോൾ യേശു അവതരിപ്പിച്ച ആത്മീയ ദർശനം ഞാൻ ഈ സൂചിപ്പിച്ച രണ്ടാമത്തെ തരത്തിലുള്ളതാണ്. ആ ദർശനത്തിൽ ഏറ്റവും അടിസ്ഥാനപരവും ഏറ്റവും പരമവുമായ യാഥാർത്ഥ്യം ആത്മാവാണ്. അപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത് ആത്മാവിലാണ്. അങ്ങനെ ആത്മാവിൽ ജീവിക്കുമ്പോൾ മാത്രമേ അവന് ദൈവത്തിൽ വസിക്കുവാനും ദൈവം അവനിൽ വസിക്കുവാനും സാധ്യമാകുകയുള്ളൂ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അത് സാധ്യമാകണമെങ്കിൽ ആത്മാവിൽ വസിക്കുന്ന ഒരു വ്യക്തി, അതായത് ആത്മാവാണ് അവൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ ഭൗതികവും ബൗദ്ധികവുമായ ഘടകങ്ങൾക്ക് അതിൽ പ്രസക്തിയുണ്ടെങ്കിലും എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ആത്മാവും അതിൻ്റെ വെളിച്ചവും അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ പരിജ്ഞാനവുമാണ്. ആത്മാവാണ് ജീവിതം. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള വ്യക്തികളും യേശുവുമായുള്ള ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അല്ലാതെ ഭൗതികമായി ജീവിക്കുന്നൊരു വ്യക്തി, ജഡം മാത്രമാണ് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രസക്തമായ ഭാഗം എന്ന് പോലെ ജീവിക്കുന്ന, ആ വിധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ ഉള്ളിൽ വസിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ അതൊരു ഫോറിൻ ബോഡി ആയിരിക്കും. such a person will be a foreign body in the പേഴ്സണാലിറ്റി ഓഫ് ജീസസ്. അതൊരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ യേശുവിനും അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ വസിപ്പാൻ സാധ്യമല്ല. ജീസസ് വിൽ ബി എ ഫോറിൻ ബോഡി. അതുകൊണ്ടാണ് പലരും ദൈവത്തോട് കൂടുതൽ അടുത്താൽ തട്ടുകേടാണ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യൂതിവാക്കന്മാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. ദൈവത്തോട് കൂടുതൽ അടുത്താൽ നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ പോകും, പിന്നെ ജീവിതം ഒരു ബോറടി ആയിരിക്കും എന്നൊരു ഭീതി പലപ്പോഴും വേണ്ടതുപോലെ പരസ്യമായി വിളിച്ചറിയിക്കാൻ മടിക്കുന്നൊരു ഭീതി പലരെയും ഭരിക്കുന്നുണ്ട്. എല്ലാവരുടെയും സങ്കല്പത്തിൽ ഇങ്ങനെയുള്ള ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ യേശുവിൻ്റെ ദർശനം എന്താണ്? ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണമെന്ന് യേശു പറയണമെങ്കിൽ യേശുവിൻ്റെ ദർശനത്തിൽ മനുഷ്യനെന്ന് പറയുന്നത് ആത്യന്തികമായ ആത്മാവാണ്. അവൻ്റെ ജീവിതം ആത്മാവിലായിരിക്കണം. അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ ആത്മാവ് അങ്ങ് വിദൂരമായ ഒരു സാധ്യതയല്ല. ആത്മാവ് നാം ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്, ലിവിങ് റിയാലിറ്റി എന്ന് പറയും. ഇനി രണ്ടാമതായിട്ട് നാം അറിയേണ്ടത്, നാം ദൈവത്തെ ജീവിക്കുന്ന ദൈവമായും നമ്മുടെ വിശ്വാസത്തെ ജീവൻ്റെ വിശ്വാസമായും വേദപുസ്തകത്തെ ജീവൻ്റെ വചനമായും വിശേഷിപ്പിക്കുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നാം ധരിച്ചിരിക്കുന്നു. പക്ഷേ ഇവയൊക്കെയും വെറും വാക്കുകൾ മാത്രമാണ്, ശബ്ദങ്ങൾ മാത്രമാണ്.
ഇതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കിയോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയോ ചെയ്യുവാനുള്ള ഒരു ശ്രമമൊന്നും നടത്താറില്ല എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ വചനം ജീവൻ്റെ വചനമാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന വചനമാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്വാധീനിക്കുകയും നയിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. യേശു ജീവൻ്റെ ജലം എന്ന് പറഞ്ഞാൽ നാം എപ്രകാരം ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഭൗതികമായ ജലം കുടിക്കുന്നുവോ, കുടിച്ചില്ലെങ്കിൽ നാം മരിച്ചു പോകുമോ, നാം ആ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നുവോ, അതുപോലെ തന്നെ അതിനേക്കാൾ അടിസ്ഥാനപരമായി യേശുവിന് വേണ്ടി ദാഹിക്കുന്ന, യേശുവിൽ വസിക്കുവാൻ നാം അദമ്യമായി ആഗ്രഹിക്കുന്ന അവസ്ഥയാണ് ഭാഗ്യമായ അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് ബ്ലെസ്സഡ്നെസ്. അത് സങ്കീർത്തനക്കാരൻ തിരിച്ചറിഞ്ഞു. അതിനു മുൻപ് തന്നെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നിലേക്ക് വരുവാൻ കാംക്ഷിക്കുന്നു, ദാഹിക്കുന്നു. ആ ഒരവസ്ഥ എപ്പോഴാണ് സംജാതമാകുക? നാം അങ്ങനെയുള്ള ഒരവസ്ഥ അനുഭവിച്ചിട്ടുണ്ടോ? സ്വാമി വിവേകാനന്ദയുടെ ഗുരുവായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരാൾ ചോദിച്ചു, ഞാൻ ദൈവത്തെ എപ്രകാരമാണ്, ഏത് തോത് വരെയാണ് സ്നേഹിക്കേണ്ടത്? അപ്പോൾ അതിൻ്റെ ഉത്തരത്തിനായി ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തെ വിളിച്ച് അടുത്തുള്ള ആറിലേക്ക് കൊണ്ടുപോയി. രാമനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി. അപ്പോൾ അവൻ പ്രാണത്യാഗമാണ്, ശ്വസിക്കാൻ വയ്യ, ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്നു. അവൻ കുതറി അവൻ തല വെള്ളത്തിന് മുകളിൽ കൊണ്ടുവന്നപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, നീ വെള്ളത്തിൻ്റെ പരപ്പിന് താഴെയായിരുന്നപ്പോൾ നീ ശ്വാസത്തിന് വേണ്ടി എപ്രകാരം ദാഹിച്ചുവോ, തത്രപ്പെട്ടോ, സ്ട്രഗിൾ ചെയ്തോ, അതുപോലെ വേണം ദൈവത്തിന് വേണ്ടി നീ ദാഹിക്കുവാൻ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ അവസ്ഥയിലല്ല നാം നമ്മുടെ ജീവിതത്തെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇത് ഒരു ജീവൻ്റെ വചനമാണ്, ഇത് ജീവൻ്റെ ആത്മീയതയാണ്, ഇത് ജീവൻ്റെ വെളിച്ചമാണ്, ഇത് ജീവൻ്റെ അപ്പമാണ്. യേശു ജീവൻ തന്നെയാണ്. ഐ ആം ദ ലൈഫ് എന്ന് പറഞ്ഞാൽ നാം ജീവിക്കേണ്ടത് യേശുവിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്ന വലിയ വ്യവസ്ഥിതി എന്ന് പറയുന്നതിനേക്കാൾ ബ്രഹ്മാണ്ടം, യൂണിവേഴ്സ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ അർത്ഥവത്താകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി. എല്ലാ സാധ്യതകളുടെയും ആകത്തുക എന്താണോ അതാണ് ആത്മീകമായ എല്ലാ സാധ്യതകളുടെയും ആകത്തുക എന്താണ്, അതാണ് യേശുവിൻ്റെ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശുവിൻ്റെ മാർഗം, യേശുവിൻ്റെ റോൾ മോഡൽ, മാതൃക, യേശുവിൻ്റെ മാർഗവും മാതൃകയും നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി തീരും. നമ്മുടെ ജീവിതം അതായിത്തീരും. വി വിൽ ലിവ് ജീസസ്, വി വിൽ ലിവ് ഹിസ് ലൈറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ സഞ്ചരിക്കേണ്ട വഴി. അതുകൊണ്ടാണ് ചോദ്യം, ഞാൻ തന്നെ വഴിയാകുന്നു. അതാണ് പരമമായ സത്യം. പരമമായ സത്യം എന്താണ്? മനുഷ്യൻ ആത്മാവാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തെ ശരീരത്തിൻ്റെ അകത്ത് കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. വേണ്ട, യേശു വേണ്ട. നമ്മുടെ തന്നെ വ്യക്തിത്വത്തെ നമ്മുടെ ശാരീരികമായ ജഡപരമായ ഘടകങ്ങളുടെ ആകത്തുകയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നതുപോലെ തന്നെ നാം ആത്യന്തികമായ ആത്മാവാണ്. ഇത് മനസ്സിലാക്കാതെ, ഇത് സ്വീകരിക്കാതെ യേശുവിൻ്റെ മാർഗത്തിൽ ഒന്ന് കാലുകുത്താൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ നാം അങ്ങനെയല്ല ധരിച്ചിരിക്കുന്നത്. നാം നമ്മെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് നാം ഈ മാംസപിണ്ഡമാണ്. എല്ലാം ഈ മാംസപിണ്ഡത്തിൻ്റെ വിവിധമായ മോഹങ്ങളെയും
പ്രവണതകളെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളും ഉപായങ്ങളും മാത്രമാണ്. ദൈവവും അപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നത് ആത്മാവിലല്ല, നാം പ്രാർത്ഥിക്കുന്നത് മാംസപിണ്ഡം കൊണ്ടാണ്. അതിൻ്റെ പലവിധ മോഹങ്ങളാണ് പ്രാർത്ഥന എന്ന രൂപത്തിൽ നമ്മളങ്ങോട്ട് അർപ്പിക്കുന്നത്. അത് സ്ഥാപിക്കാൻ നമ്മൾ എന്തും ചെയ്ത് കളയും. അവിടെ പോകും, ഇവിടെ പോകും, ആൾ ദൈവങ്ങളെടുത്ത് ചെന്ന് മുട്ടും, കൊടുക്കേണ്ട കൈക്കൂലിയൊക്കെ കൊടുക്കും, കബളിപ്പിക്കപ്പെടും, എന്നാലും ഇത് വിടുകയില്ല. കാരണം ഈ മാംസപിണ്ഡത്തിൻ്റെ പരിമിതമായ അറിവുകൾക്കും താല്പര്യങ്ങൾക്കും അപ്പുറത്തേക്ക് പോകുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നാം ആത്യന്തികമായ ആത്മാവാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നില്ല. ഈ ആത്മാവ് മാത്രമേ ജീവിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ജീവിക്കുന്നു എന്ന പ്രതീതി മാത്രമാണ്. തെളിവെന്താണ്? ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ശരീരവും മനസ്സും ഇല്ലാതെയാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ആത്മാവാണ്. ഒരേ ഒരു യാഥാർത്ഥ്യമേ നമ്മെ പറ്റിയുള്ളൂ, നാം ആത്മാവാണ്. ആ സത്യമനുസരിച്ച് ജീവിക്കുമ്പോൾ ആ ഒരു അച്ചടക്കത്തിൽ കൂടെ യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ലാതെ വരും. അല്ലാത്തവർക്കിത് തലച്ചോറ് പുകയുന്ന പരിപാടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ഒക്കുന്നത്? അതേസമയം യേശു പറയുന്നു, പണ്ഡിതന്മാർക്കും ബുദ്ധി രാക്ഷസന്മാർക്കും മനസ്സിലാക്കാത്ത കാര്യങ്ങളെ ദൈവം ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിങ്ങൾ ലൗകികമായ മാംസപിണ്ഡത്തിൻ്റെ ഏതായ അന്വേഷണം, അറിവ്, ബുദ്ധി ഇവയൊക്കെയും എത്ര വർദ്ധിപ്പിച്ചാലും അതുകൊണ്ട് ആത്മീയമായ സത്യങ്ങൾ, ആത്മീയമായ അച്ചടക്കം, ആത്മീയമായ സാധ്യതകൾ, ദർശനങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു തൻ്റെ പരശുശ്രൂഷ നടത്തിയപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവൻ എന്താണ് പറഞ്ഞതെന്നോ അവൻ ഏത് ദിശയാണ് കാണിച്ചതെന്നോ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. അവരെല്ലാവരും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളിൽ വിശ്വസിച്ചു, അതുകൊണ്ട് ആകർഷിതരായി. പക്ഷേ അവസാനം വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആരുമുണ്ടായില്ല. അതുകൊണ്ട് ഏകനായി ക്രൂശും എടുത്തുകൊണ്ട് യേശു ഗോൽഗൊഥയിലേക്ക് പോയി, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തന്നെ ജീവനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവനെപ്പറ്റി ഇപ്പോൾ വച്ച് പുലർത്തുന്ന സങ്കല്പങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതം ഭൗതികമാണെന്നും അതുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ കൊയ്തെടുക്കുന്നതാണ് നിങ്ങളുടെ സാമർഥ്യമെന്നും അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വല്ലപ്പോഴുമൊക്കെ ദൈവത്തെ ഓർക്കണം, അല്ലെങ്കിൽ യേശുവിൻ്റെ പഠിപ്പീരുകളിൽ ചിലതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവെന്ന വാക്കൊക്കെ എടുത്ത് പ്രയോഗിക്കണം, പരിശുദ്ധാത്മാവെ എന്ന് വേണം നമുക്കത് വിളിക്കണം. എന്നാൽ ഇതിലൊന്നുമല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ വേറെ ജീവിതം നയിക്കുന്നു, അതിൻ്റെ സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഊന്നുവടി പോലെ അല്ലെങ്കിൽ ക്രച്ച് പോലെ നിങ്ങൾ ഉപയോഗിക്കുന്നു. ഇതല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം നേരെ മറിച്ചാണ്. അതിൻ്റെ ഏറ്റവും പ്രാരംഭികമായ സത്യം, നിങ്ങൾ ഓരോരുത്തരും ആത്മാവാണ്. യേശു ആത്മാവാണ്. ശരീരം ആർജിച്ച പരിശുദ്ധാത്മാവാണ് യേശു. നാമും അതുപോലെ. അതുകൊണ്ടാണ് അവൻ മനുഷ്യപുത്രനായത്. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മാതൃക. അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. ആ ദർശനത്തിൽ നാം ജീവിക്കുമ്പോൾ യേശു വെളിപ്പെടുത്തിയ ആത്മീയ സത്യങ്ങൾ ആശ്രയിച്ചാണ്, അതിനെ മാത്രം ആശ്രയിച്ചാണ് നമ്മുടെ ജീവിത ദർശനം നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. നാം അതിൽ ജീവിക്കുന്നു, യേശുവിൽ ജീവിക്കുന്നു, യേശുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ജീവിക്കുന്നു, യേശുവിൻ്റെ ലക്ഷ്യങ്ങളും അച്ചടക്കവും അനുസരിച്ച് ജീവിക്കുന്നു. അല്ലാതെ ലോകത്തിൻ്റെ പുറകെ ഓടിയും വെച്ച് അതിൻ്റെ കെടുതി തീർക്കാൻ യേശുവിനെ പലപ്പോഴുമൊക്കെ വിളിച്ചു കൊണ്ടുവരിക, ലൗദോക്യ സഭ ചെയ്തതുപോലെ. യേശുവിനെ പള്ളിയുടെ വെളിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, ആവശ്യമുള്ളപ്പോൾ വിളിച്ചോളാം. അതാണ് നമ്മുടെ ജീവിതം. യേശുവിന് നമ്മുടെ ജീവിതത്തിൽ നാം സ്ഥാനമൊന്നും, നാം ലിവ്ഡ് ലൈഫ്, നാം ജീവിക്കുന്ന രീതിയിൽ
യേശുവിന് ഒരു റെലവൻസ് നാം കൊടുക്കാറില്ല. പിന്നെ യേശുവിനെ വേണം. എങ്ങനെ വേണം? അവൻ എൻ്റെ ജീവിതത്തിൻ്റെ വാതിലിനപ്പുറത്ത് നിന്നോണം. ആവശ്യമുള്ളപ്പോൾ സൗകര്യമുള്ളപ്പോൾ വിളിക്കാം. അത് നമ്മൾ പ്രാർത്ഥനയെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ചയുള്ള ആരാധന എന്ന് പറയുന്നു. ഇത് യേശു വിഭാവന ചെയ്തതിന് നേരെ വിരുദ്ധമാണ്. അങ്ങനെയുള്ള ജീവിതം നയിക്കുമ്പോൾ യേശു ജീവനാണ് എന്ന് പറയുമ്പോൾ അത് വെറും വാക്കുകൾ മാത്രമാണ്, അതിന് അർത്ഥമുണ്ടാകുകയില്ല. യേശു വഴിയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടാകുകയില്ല. സത്യമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടാകുകയില്ല. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വെറും വാക്കുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പഠിപ്പീരുകൾ എന്താണെന്ന് പോലും അന്വേഷിച്ച് മനസ്സിലാക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തത്. അപ്പോൾ നാം യഥാർത്ഥത്തിൽ ജീവിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നാം നമ്മുടെ വിശ്വാസത്തെ ജീവിക്കുന്നുവെങ്കിൽ, ഇഫ് വി ലിവ് ആർ ഫെയ്ത്ത്, ഇഫ് വി ആർ ലിവിങ് ആർ ഫെയ്ത്ത്, എന്ത് സംഭവിക്കും? യേശുവിൻ്റെ പഠിപ്പീരുകൾ ഏറ്റവും സൂക്ഷ്മമായും വ്യക്തമായും അതിൻ്റെ ആഴത്തിലും സത്യത്തിലും മനസ്സിലാക്കാനുള്ള വലിയ ദാഹം നമുക്കുണ്ടാകും. കാരണം നമ്മുടെ ജീവനാണത്. അത് മനസ്സിലാക്കാതെ എങ്ങനെയാണ് നമുക്ക് ആത്മീയമായ ജീവിതം നയിക്കാനോ? പക്ഷേ ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എന്താണ്? അവൻ യേശുവിൻ്റെ പഠിപ്പീരിനോട് താല്പര്യമുള്ളവനല്ല. അതെന്താണെന്ന് അറിയുകയും വേണ്ട. നമ്മുടെ ഇടയിൽ ഏറ്റവും വാസ്തവത്തിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് വചന ശുശ്രൂഷയാണ്. വചനം എന്താണെന്ന് പോലും നമുക്കറിയില്ല, അറിയണം താല്പര്യവുമില്ല. അത് പഠിക്കാൻ നമുക്ക് ക്ഷമയില്ല. ഒരു ന്യൂസ് പേപ്പർ വായിക്കാൻ നമ്മൾ 1 മണിക്കൂർ ചിലവാക്കുമെങ്കിൽ യേശുവിൻ്റെ അതുല്യമായ ആത്മീയ പരിജ്ഞാനത്തിൻ്റെ ഒരു ശകലം മനസ്സിലാക്കാൻ 15 മിനിറ്റ് 20 മിനിറ്റ് നമുക്ക് കൊടുക്കാനില്ല. കാരണം എന്താണ്? നാം യഥാർത്ഥത്തിൽ ഈ വിശ്വാസം ജീവിക്കുന്നവരല്ല. വി ആർ നോട്ട് ലിവിങ് ദിസ് ഫെയ്ത്ത്. നമ്മൾ ഈ വിശ്വാസത്തെ ഉപയോഗിക്കുന്നവർ മാത്രമാണ്. വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് യേശുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇറ്റ് ഈസ് ടാൻറ്റമൗണ്ട് ടു ഇൻസൾട്ടിങ് ജീസസ്. ഞാനത് ഇച്ചിരൂടെ അപരിഷ്കൃത ഭാഷയിൽ, ക്രൂഡ് ലാംഗ്വേജിൽ ഞാൻ ആ ഒരു വ്യത്യാസം ഒന്ന് സൂചിപ്പിക്കാൻ പോവുകയാണ്. ഈ 2 കാഴ്ചപ്പാട് തമ്മിലുള്ള വ്യത്യാസം ഒരു ഭാര്യയും ഒരു വേശ്യയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു ഭാര്യയെ ഉപയോഗിച്ച് വെളിയിൽ കൊണ്ട് കളയാൻ സാധ്യമല്ല. അതൊരു വേശ്യയോടെ സാധ്യമാകുകയാണ്. നാം ലൗദോക്യ സഭയിൽ യേശുവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം ഒരു മതവേശ്യയുടെ സ്ഥാനമാണ്. ആവശ്യമുള്ളപ്പോൾ വിളിക്കാം, അല്ലാതെ ഇതിനകത്ത് കയറി എൻ്റെ കൂടെ വസിക്കുന്ന പരിപാടി വേണ്ട. ഒരു ഭാര്യയോ കൂടെ വസിക്കേണ്ടതാണ്, ഒരു ശരീരമായി തീരേണ്ടതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതെൻ്റെ ശരീരം നിങ്ങളിൽ വസിക്കട്ടെ, കാരണം നാം ഒന്നായി തീരേണ്ടതാണ്. ഈ സക്രമെൻറ്റിൻ്റെ അർത്ഥം എന്താണ്? യേശു നാം ഒന്നായിത്തീരുന്നു. എപ്രകാരം പുരുഷനും സ്ത്രീയും ഒരു ശരീരമായിത്തീരുന്നു വിവാഹമെന്ന ശുശ്രൂഷയിൽ കൂടെ, അതുപോലെ തന്നെ സക്രമത്തിൽ കൂടെ, സക്രമം ഒരു വിവാഹമാണ്, സക്രമത്തിൽ കൂടെ വിശ്വാസിയും യേശുവും ഒരു ശരീരമായിത്തീരുന്നു. അതിൻ്റെ അർത്ഥം സക്രമത്തിൻ്റെ ഫലമായി വിശ്വാസി യേശുവിനെയാണ് ജീവിക്കുന്നത്. ദ ബിലീവർ ലിവ്സ് ജീസസ്. ഞാൻ ആവർത്തിക്കുന്നു, വിശ്വാസി യേശുവിനെ ജീവിക്കുന്നു, യേശുവിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം എന്ന് പറഞ്ഞാൽ, ഒറ്റ ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ എന്നിൽ ജീവിപ്പീൻ, ഞാൻ നിങ്ങളുടെ ജീവനാകുന്നു, ഞാൻ നിങ്ങളുടെ ജീവൻ്റെ അപ്പമാണ്. ഞാൻ എന്താണ് നിങ്ങൾക്ക് നൽകുന്നത്? ജീവൻ്റെ അപ്പമാണ് നൽകുന്നത്. എൻ്റെ വയറ് നിറയ്ക്കാനുള്ള കാര്യമല്ല, ജീവൻ്റെ അപ്പമാണ്. നിങ്ങളിതനുസരിച്ച് ജീവിക്കണം. എന്താണ്? എപ്രകാരം നിങ്ങളുടെ ഉദ്ധാരണത്തിനും ആത്മീയമായ വളർച്ചയ്ക്കും വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ വ്യക്തിത്വത്തെ മുറിച്ച് നിങ്ങൾക്ക് നൽകിയോ, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ആത്മാവിൻ്റെ അച്ചടക്കമായ സ്വയത്യാഗം, സെൽഫ് ഡിനയൽ, സ്വയം ത്യജിക്കുക, ആ ഒരു അച്ചടക്കത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം.
സ്വയം ത്യജിക്കുന്നത് ആത്മഹത്യയല്ല, പിന്നെയോ മനുഷ്യൻ മനഃപൂർവ്വം ജീവൻ എന്ന് പറയുന്ന ആ വലിയ പ്രതിഭാസത്തിൻ്റെ ആത്മീയവും ദൈവീകവുമായ അപ്രമേയമായ വിലയ്ക്ക് മുൻപിൽ അവനെ തന്നെ സമർപ്പിക്കുന്ന സമർപ്പണത്തിൻ്റെ ആഘോഷമാണ് ഈ സെൽഫ് ഡിനയൽ, അല്ലെങ്കിൽ സ്വയം ത്യജിക്കുക എന്ന് പറയും. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ the way of Jesus Christ must become our life. We must live the way of Jesus. യേശുവിൻ്റെ മാർഗം നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ യേശുവിൻ്റെ പഠിപ്പീരുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. അതിൻ്റെ വില എന്താണെന്ന് നമുക്ക് അറിയുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ വ്യക്തിത്വം യേശുവിൻ്റെ വ്യക്തിത്വത്തെ പോലെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അങ്ങനെ വളർച്ച പ്രാപിക്കുമ്പോൾ മാത്രമേ നാം ലോകത്തിൻ്റെ വെളിച്ചമാകാൻ സാധ്യതയുള്ളവരാണ് എന്നതിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ. ആ ഒരവസ്ഥയിലേക്ക് വരുന്നത് വരെ യേശുവിൻ്റെ പഠിപ്പീരുകൾ മുഴുവനും വെറും വാക്കുകൾ മാത്രമാണ്. നാം അതിനോട് ആദരവും ഭക്തിയും ഉണ്ടെന്നൊക്കെ നടിക്കുമെങ്കിലും വാസ്തവത്തിൽ നാം അതിന് വില കൊടുക്കുന്നവരല്ല. കാരണം നമ്മുടെ വിശ്വാസം ജീവിക്കുന്ന വിശ്വാസമല്ല. ഇറ്റ്സ് എ ഡെഡ് ഫെയ്ത്ത്. ഇറ്റ്സ് എ ഡെഡ് ഫെയ്ത്ത്. അത് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 37-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഉണങ്ങിയവരുടെ അസ്ഥികളുടെ കൂമ്പാരം പോലെ സഭകൾ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും അങ്ങനെ ഉണങ്ങിയവരുടെ അസ്ഥികളായതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും അപാകതയുണ്ടെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് എല്ലാവരും മാന്യത നടിച്ച് നിൽക്കുന്നുവെന്നല്ലാതെ ഇതിലെവിടെയാണ് ജീവൻ്റെ വിശ്വാസമുള്ളത്, ജീവിക്കുന്ന വിശ്വാസമുള്ളത്? എവിടെയാണ് ജീവൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നത്? എവിടെയാണ് ജീവൻ്റെ അപ്പം മുറിച്ച് നൽകപ്പെടുന്നത്? എവിടെയാണ് ജീവജലം ഒഴുകുന്നത്? എന്നാലോചിച്ച് നോക്കൂ. ഇത് നമ്മളുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ അതിമനോഹരമായ വാക്കുകൾ, അതുല്യമായ വാക്കുകൾ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇത് കൂടുതൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഇതിൻ്റെ അർത്ഥങ്ങളിലേക്ക് ഒന്ന് ഡൈവ് ചെയ്ത് ഒന്ന് കടന്നു ചെന്ന് മനസ്സിലാക്കി നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ പരിപോഷിപ്പിക്കാനും നമുക്ക് എവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ദൈവം നിങ്ങളെവരെയും ഈ വിശുദ്ധ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.